ഈ ഹദീസിനെ കുറിച്ച്, അതിന്റെ മഅന എന്താണ്, അതിന്റെ ഫവായിദ് എന്താണ്, അതിനുള്ള ലത്തായിഫ് എന്താണ് എന്ന് നിങ്ങൾക്ക് ചർച്ച കാണൂല മുൻകാലത്തൊന്നും. റസൂലുള്ളാഹിന്റെ കാലത്ത് തൊട്ടിട്ട് സഹാബത്തിന്റെ കാലത്ത് മുതൽ ഇതിങ്ങനെ പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ഹിജ്റ ഒരു 3-3.5 നൂറ്റാണ്ട് ബാക്ക് വരെ ഒക്കെ ഉണ്ടാകും. അതിന്റെ അവിടുന്ന് അങ്ങോട്ട് ബാക്കിക്ക് താബിഈങ്ങളുടെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, അതിന്റെ ശേഷമുള്ള കാലത്ത് ഒരു ഹിജ്റ ഒരു 7 നൂറ്റാണ്ട് 8 നൂറ്റാണ്ട് വരെ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ ഹദീസ് ലഈഫാണ് എന്നൊരു ചർച്ചയില്ലാതെ ആ ഹദീസിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഇബാദുള്ള ജിന്നാണോ, അതോ മലക്കാണോ, അതോ മനുഷ്യനാണോ, അതോ അത് മൂന്നുമല്ലാത്തതാണോ, അല്ലെങ്കിൽ അത് മൂന്നും കൂടിയതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ, അതിനെന്താണ് ഫായിദ എന്നൊരു ചർച്ചല്ല, അതൊരു ചർച്ചല്ലാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? അത് ലഈഫത്താണ്. ലഈഫാണെങ്കിൽ ലഈഫാണ് എന്നുള്ളതിനാണ് അതിനെ കുറിച്ചുള്ള ചർച്ച. വേറൊരു ഫായിദയെ കുറിച്ച് ചർച്ച ചെയ്യൂല. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് എത്തുന്നു. പിന്നെ ഇതിനെ സംബന്ധിച്ച് പിന്നെ ഒരു ചർച്ച വരുന്നു. എപ്പോ? ജർജീസ് ജർജീസാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ തുടർന്ന് ഗമ്മാരി, കൗസരി, മാലിക്കി, ഇങ്ങനെ കുറെ സാധനം. അതിന്റെ കേരള രൂപമാണ് നമ്മുടെ കാന്തപുരം. ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പിടുത്തം കിട്ടുമല്ലോ. ഈ പറഞ്ഞ ആൾക്കാരെ പലരും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അവര് അതുപോലെ ദഹ്ലാൻ അവരെ ആ കൂട്ടത്തിൽപ്പെട്ട ജർജീസും ദഹ്ലാനും അതുപോലെ തന്നെ കൗസരി, ഗമ്മാരി, മാലിക്കി പോലുള്ള ആൾക്കാരും അറബ് ലോകത്തും. നമ്മുടെ നാട്ടിൽ ആ ലെവലിലേക്ക് വന്നത് ഇവിടുത്തെ സുന്നികളിൽ കാന്തപുരം മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. കാന്തപുരത്തിന് മുമ്പുള്ള ആളുകളും ഈ ലെവലിലേക്ക് പോയിട്ടില്ല. അവര് ഇത് ചർച്ച കാന്തപുരക്ക് ഇങ്ങേ കാലത്ത് ഈ സമയത്തുള്ളതാണ്. നേരത്തെ പറഞ്ഞ ജർജീസും ദഹ്ലാനും ഒക്കെ ആണെങ്കിൽ കുറേയും കൂടി മുമ്പാണ്. അവരുടെ കാലം എത്ര പോയാലും 3-3.5 നൂറ്റാണ്ടിന്റെ അപ്പുറത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു 3-3.5 നൂറ്റാണ്ടുകൾക്ക് ബാക്കിൽ നിങ്ങൾ പോയാൽ ഈ ഹദീസ് എന്താണ് അതിന്റെ മഅന, എന്താണ് അതിലുള്ള ഫവായിദുകൾ, എന്താണ് അതിലുള്ള ലത്തീഫത്തായിട്ടുള്ള മഹാനികൾ എന്നൊരു ചർച്ചല്ല. കാരണം ലഈഫാണ്. ലഈഫായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂല. ലഈഫാണെങ്കിൽ തള്ളുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഒരു ചർച്ച വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഒരിടത്താണ്. ഈ ജർജീസും ദഹ്ലാനും അവരുടെ അനുയായികളും പറഞ്ഞു പരത്തിയത് നമുക്ക് സഹായം ചോദിക്കാം. ആരോടൊക്കെ? ഒന്ന്, അംവാത്ത്, മരിച്ചുപോയ ആൾക്കാരോട് സഹായം ചോദിക്കാം. മുഹയ്യിദ്ദീൻ ശൈഖ് മരിച്ചുപോയി, സഹായം ചോദിക്കാം. റിഫാഴി തങ്ങൾ മരിച്ചുപോയി, സഹായം ചോദിക്കാം. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പത്നിമാരിലും പുത്രിമാരിലും പെട്ടിട്ടുള്ള പലരുടെയും പേര് പറഞ്ഞിട്ട് അവരോട് സഹായം ചോദിക്കാം. അതുപോലെ തന്നെ നബി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള വേറെ പല സൂഫികളും അതുപോലെ തന്നെ റാഫിദുകളും പറയുന്ന പല ആളുകളും അവരോട് സഹായം ചോദിക്കാം. ഇങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കാം. അതിനാണ് അംവാത്ത്, അൽ ഇസ്തിഗാസത്തു ബിൽ അംവാത്ത്, മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാം. അത് പറ്റും എന്ന് പച്ചക്ക് വാദിച്ച ആളുകളാണ്. 2 തരത്തിലുള്ള ആളുകളുണ്ട്. അത് രണ്ടും വേർതിരിക്കുന്ന വേണം. ഒന്ന്, പച്ചക്ക് പറയാതെ വളരെ വക്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളുകളുണ്ട്. മരണപ്പെട്ടു പോയ ആളുകളോട് നേർക്കുനേരെ സഹായം ചോദിക്കുന്നതിന് പകരം അവരെ ഇടയാളന്മാരോ മധ്യവർത്തികളോ അല്ലെങ്കിൽ അവരോട് ബർക്കത്തോ അല്ലെങ്കിൽ അവരുടെ ജാഹോ ഒക്കെ ഉപയോഗിച്ച് ചോദിക്കും. ഇതൊക്കെ വേറെ കാര്യമാണ്. നേർക്ക് നേരെ മരിച്ചുപോയ ഒരാളോട് സഹായം ചോദിക്കാം എന്ന് പറയുന്ന ആ കക്ഷിയിലാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഉള്ളത്. അവര് മരിച്ചുപോയവരോട് ചോദിക്കാം എന്ന് മാത്രമല്ല, പിന്നെ ചോദിക്കാൻ ലോകം ചില ഔലിയാക്കന്മാരെ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ആ ഔലിയാക്കന്മാർക്ക് നമ്മൾ ഖുതുബ് അഖ്താബീങ്ങൾ എന്നാണ് പറയാ. ആ അഖ്താബീങ്ങൾ നിങ്ങൾ വിചാരിക്കും ഒരാളാണ്. അല്ല, ഒരു വലിയന് തന്നെ 40 തടി ഉണ്ടാകും. ഒരു നേരത്ത് ഇവിടെ കാണുന്ന അതേ സമയത്ത് അയാളെ മക്കത്ത് കണ്ടുവെന്ന് വരും. അവരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ കാണാതുണ്ടാകും. ചിലപ്പോ നമ്മളവർ കാണുന്നില്ലെങ്കിലും അവർ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഖുതുബുൽ അഖ്താബീങ്ങൾ, അതിനാണ് അവര് റിജാലുൽ ഗൈബ്. നമ്മളെ പോലെ ഇവിടെ അല്ല, അവര് ഗൈബിലാണ്, അദൃശ്യ ലോകത്ത് നിലകൊള്ളുന്നവരാണ്. അങ്ങനത്തെ റിജാലുൽ ഗൈബിനോടും മരണപ്പെട്ട മഹാത്മാക്കളോടും നേർക്ക് നേരെ ഇസ്തിആനത്തും ഇസ്തിഗാസത്തും നടത്താം എന്ന് വാദിക്കുന്ന കുറച്ച് ആൾക്കാർ ലോകത്ത് വന്നു. ഇത് ശിർക്കാണെന്നുള്ളതിൽ ഒരാളും സംശയിക്കൂല.
ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്ന് തുടങ്ങിയ വിശുദ്ധ ഖുർആനിലെ 100 ആയത്തുകൾ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തേണ്ടതിന് പകരം ഇസ്തിഗാസ നടത്തേണ്ടതിന് പകരം മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ റിജാലുൽ ഗൈബോ റിജാലുൽ ഷഹാദത്തോ പെട്ടവരോട് നേർക്കുനേരെ ഇസ്തിഗാസത്തും ഇസ്തിആനത്തും നടത്തുന്നത് ശിർക്കാണ് എന്നതിൽ ഒരാളും സംശയിക്കില്ല. പക്ഷേ ഇവരത് ചെയ്യുന്നവരാണ്. മുഹയ്യിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, റിഫാഴി തങ്ങളെ രക്ഷിക്കണേ. കേരളത്തിലാണെങ്കിൽ ഇവിടെ നിങ്ങളെ തെക്ക് ഭാഗത്താണെങ്കിൽ കുറെ ജാറങ്ങളുണ്ട്. ആ ജാറങ്ങളിലുള്ള ഔലിയാക്കന്മാരെയും ബീവിമാരെയും വിളിച്ചിട്ട് രക്ഷിക്കണേ. ഞങ്ങളെ ഭാഗത്താണെങ്കിൽ പൊന്നാനി മൊരമ്പത്ത് കുറെ തങ്ങന്മാരും ബീവിമാരും ഉണ്ട്. അവരോട് വിളിച്ചു പറഞ്ഞിട്ട് രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകൾ രംഗത്ത് വന്നു. ഇതിനെതിരിൽ ഒരുപാട് ഇമാമിയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അമീർ സുൻആനിയെ പോലെ, ഇമാം ഷൗക്കാനിയെ പോലെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെ ഇങ്ങനെയുള്ള ഒരുപാട് ഇമാമിയങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ശിർക്കിനെ വളരെ ശക്തിയുക്തമായി പ്രമാണങ്ങൾ നിരത്തിയിട്ട് അവര് എതിർത്തു പോന്നപ്പോ ഇവർക്ക് എന്തെങ്കിലും സമയം എത്രയായി ഇൻഷാ അല്ലാഹ് വേറെ ഖൈറുണ്ടാവും. ഞാൻ 11 എത്ര എന്നാണ് കരുതിയത്, പക്ഷെ സംഭവിച്ചില്ല. നോക്ക്, ഏതാണെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ വാഴ്ച ചെയ്യുന്നു. ഇതിന്റെ ബഖിയ ഇവിടെ തന്നെ ഇതുപോലെ ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് വൈകാതെ അടുത്തൊരാഴ്ചയും കൂടി ഒന്നും വരണം, അത്രേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതാണെങ്കിലും ശരി, ഈ പറഞ്ഞ ആളുകൾ അവര് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു. അവർ ദുആ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത് മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ പെടാത്ത ഇത്തരം അറിഞ്ഞു നടക്കുന്ന റിജാലുൽ ഗൈബിൽപ്പെട്ട അഖ്താബീങ്ങൾ, അബ്ദാലീങ്ങൾ, ബദൽ അബ്ദാൽ, ഖുതുബ് അഖ്താബ്, ഈ വാക്കുകളൊക്കെ പണ്ട് ധാരാളം അറിയണം. അവരോട് ദുആ ചെയ്യും. ആ ദുആ ചെയ്യുന്നതിന് ഇമാമികൾ എതിർത്തപ്പോ അവർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ഖുർആനിൽ? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ലാ സുൽത്താന ലഹു ബിഹി, അവന് അതിന് യാതൊരു തെളിവില്ല എന്ന കാര്യം അള്ളാഹ് വളരെ കൃത്യമായി പറഞ്ഞ. എന്നാൽ ഒരു തെളിവില്ലാത്ത ആളുകൾ എവിടുന്ന് തെളിവുണ്ടാക്കാൻ കഴിയും? അവർ കുടുങ്ങണ നേരത്ത് അവർ പറയും എന്ത്, ഇങ്ങനൊരു ഹദീസ് ഉണ്ട്, ബസാർ ഉദ്ധരിച്ചിട്ടുണ്ട്, ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൊബ്രാനി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മരുഭൂമിയിൽ ചെന്നു, മരുഭൂമിയിൽ നിങ്ങൾ വഴി തെറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടു, അവിടെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്നുണ്ട്. അവിടെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനില്ലല്ലോ. അപ്പൊ അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹയ്യിദ്ദീൻ ശൈഖെ സഹായിക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ പിന്നെ ഖുതുബുൽ അഖ്താബീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവരോട് ദുആ ചെയ്യുന്നതിന് ഇത് തെളിവാണ് എന്നത് ന്യായീകരിക്കാൻ ഇതുവരെ തെളിവ് പിടിച്ചു. അവർക്ക് തെളിവ് അവർ ഇത് തെളിവ് പിടിച്ചപ്പോ എന്താ ഇതിന് മറുപടി പറയേണ്ടി വരിക? അതിന് മറുപടി പറയേണ്ടി വരുന്നത് 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ജിർജീസിനോടും ദഹ്ലാനോടും കൗസരിനോടും റമ്മാനിനോടും മാലിക്കിയോടും ഈ കാലഘട്ടത്തിൽ കേരളത്തിലാണെങ്കിൽ കാന്തപുരത്തോടും, അല്ലെങ്കിൽ ഈ കാര്യം മരിച്ചുപോയവരും മഹാത്മാക്കളോടും റിജാലുൽ ഗൈബിനോടും സഹായം ചോദിക്കുന്ന ഇസ്തിഗാസ നടത്തുന്ന ആളുകൾ ഈ ഹദീസ് തെളിവ് പിടിച്ചാൽ ആദ്യം പറയേണ്ട തെളിവെന്താ? നിങ്ങൾ പറയും ലഈഫാണ്. അത് ലഈഫാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ വിഷയം തീർന്നു. രണ്ടാമത്തെ ഒരു കാര്യം, അതൊക്കെ ലഈഫും സഹീഹും വേറിരിക്കുന്ന ആൾക്കാർക്കല്ലേ. സഹീഹും ലഈഫും വേർതിരിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഇന്ന് സഹീഹ് ലഈഫ് എന്നുള്ള വാക്കുകളെങ്കിലും നമ്മുടെ പൊതുജനങ്ങൾക്കറിയാം. ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ സ്ഥിതിയിലേക്ക് നിങ്ങൾ പോയാൽ സഹീഹ് ലഈഫ് എന്നൊന്നുമില്ല, ഒക്കെ ഖ്വാജാക്കന്മാർ പറഞ്ഞു. ഹദീസിൽ വന്നു, മുത്തുനബി പറഞ്ഞു, അല്ലെങ്കിൽ ഖ്വാജാക്കന്മാർ പറഞ്ഞു. അത് ഖ്വാജാക്കന്മാർ തന്നെയാണോ പറഞ്ഞത്, മുത്തുനബിയാണോ പറഞ്ഞത് എന്ന പരിശോധന സഹീഹ് ലഈഫ് എന്ന ഒരു വേർതിരിവില്ലാത്ത കാലാണ്. ആ രൂപത്തിൽ ഇവര് സഹീഹാണെങ്കിൽ സഹീഹ്, ലഈഫാണെങ്കിൽ ലഈഫ്, റിവായത്തുണ്ടല്ലോ അതുപോലെ എന്ന് ചോദിക്കുന്ന ഒരു കാലാണ്. അപ്പൊ അതിന് രണ്ടാമത് അവർക്ക് ഉലമാക്കൾക്കും ദീന് ശരിയായ രൂപത്തിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും ഇൽമിന്റെ ആളുകൾക്കുമല്ല, ഈ പൊട്ടന്മാരായ ഇത്തരം ആളുകൾക്ക് ഒരു മറുപടിയും കൂടി പറയണം. എന്താ മറുപടി പറയേണ്ടത്? അവർക്ക് അവരളക്കുന്ന അതേ പാത്രത്തിൽ തിരിച്ചളന്നു കൊടുക്കണം. അവർ മുഴം കൊണ്ടാണെങ്കിൽ മുഴം കൊണ്ടടക്കണം, അവർ ചാണുകൊണ്ടാണെങ്കിൽ ചാണുകൊണ്ടടക്കണം. ഇതാണ് ഇഫ്തിറാഇ വജദലി.
അതാണെന്ത് മറുപടി പറയും ചിലപ്പോ റദ്ദ് ഇഫ്തിറാഖി ഔ റദ്ദ് ജദലി. അവര് പറഞ്ഞ കാര്യം അങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ, അവര് പറഞ്ഞ കാര്യം അത് ശരിയല്ല, പക്ഷെ അതിന് ശരിയെന്ന ഒരു പ്രീടെക്സ്റ്റിൽ നമ്മൾ കണക്കിലെടുത്താൽ തന്നെ അവർക്ക് തെളിവല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ രണ്ടാമത്തെ മറുപടി അതിൽ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ മറുപടി അത് ദഈഫത്താണ്. ആ റിവായത്ത് മൂന്നെണ്ണം എന്ന് തുടങ്ങുന്ന ഹദീസിൽ അത് 3 റിവായത്തുകൾ, അത് 3 ആദ്യത്തെ മറുപടി ദഈഫത്താണ്. ലാ തഖൂമു ബിഹാ അൽ ഹുജ്ജ, തെളിവിന് അത് പറ്റൂല എന്നുള്ളതാണ് ക്ലിയർ ആയിട്ടുള്ള. അതോടുകൂടി കഴിഞ്ഞ വിഷയം. അതാർക്ക്? ഖുർആനും ഹദീസും സ്വീകരിക്കുന്ന, ഹദീസിന് സഹീഹും ദഈഫും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇൽമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മതി. പക്ഷെ സഹീഹും ദഈഫ് പോലും തീർച്ചപ്പെടുത്താത്ത, അങ്ങനെ വേർതിരിവില്ലാത്ത ആൾക്കാരോട് അവർക്ക് ചിലപ്പോൾ എന്ത് വേണ്ടി വരും? അവിടെ എന്താണ് ഒന്നാമത്തെ റദ്ദ്, രണ്ടാമത്തെ റദ്ദ് അത് റദ്ദുൻ ഇഫ്തിറാഖിയുൻ ജദലിയുൻ. റദ്ദ് ഇഫ്തിറാഖി ജദലി, അവർ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ശരിയെന്ന് വെച്ചാൽ തന്നെ ഈ ഹദീസ് ദഈഫാണ് സഹീഹാണ് എന്നുള്ളത് പോകട്ടെ, അത് ഹദീസ് അല്ല ദഈഫാണ്. ഇനി നിങ്ങളുടെ വാദം അനുസരിച്ച് സഹീഹാണ് എന്ന് വെക്കുക, സങ്കല്പിച്ചാൽ എന്താ സംഭവിക്കുക? സങ്കല്പിച്ചാൽ പറയുന്നു ആ ഹദീസ് നിങ്ങൾക്കു തെളിവല്ല, ആ ഹദീസ് നിങ്ങൾക്കു തെളിവല്ല 2 കാരണത്താൽ. ആ 2 കാരണവും അവർ സൂചിപ്പിച്ചു. ഏതാണ് ഒന്നാമത്തെ കാരണം? നിങ്ങൾ ചെയ്യുന്നത് മരണപ്പെട്ട ആളുകളോട് നിങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മരണപ്പെട്ട ആളുകൾ ഈ ഹദീസിൽ വരുന്നുണ്ടോ? ഒരു നിലക്കും മരണപ്പെട്ട ആളുകളാണെന്ന് ഹദീസിൽ വരുന്നില്ല. 2, നിങ്ങൾ ചോദിക്കുന്ന കാര്യം അള്ളാഹു മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലാണ് നിങ്ങൾ മരണപ്പെട്ടവരോടും റിജാലുൽ ഗൈബിനോടും ചോദിക്കുന്നത്. ഈ ഹദീസിൽ, ഈ റിവായത്തിൽ അതുമല്ല. ആ 2 കാര്യം ഈ റദ്ദ് ഇഫ്തിറാഖിൽ 1 ദഹ്ലാൻ, ചിർജീസ്, കൗസരി, സമ്മാരി, മാലിക്കി, കാന്തപുരം, ചങ്ങലൻ പറഞ്ഞു എന്ന് മാത്രം. ഇവരൊക്കെ എന്തിനാണ് ഈ റിവായത്തിൽ 3 റിവായത്തിൽ തെളിവ് പിടിക്കുന്നത്? അവരെ തെളിവ് പിടിക്കുന്നത് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളോട് സഹായം ചോദിക്കാനാണ്. ഈ ഹദീസിൽ എവിടെ കൂട്ടരെ മരണപ്പെട്ടു പോയ ആൾക്കാർ? ഹദീസിൽ നിങ്ങളിൽ ഒരാൾ മരുഭൂമിയിൽ വെച്ച് വാഹനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വഴിതെറ്റുകയോ ചെയ്താൽ അയാൾ പറയട്ടെ, യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിയാറുകളെ നിങ്ങൾ എന്നെ സഹായിക്കുവീൻ എന്നാണ്. ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയിട്ടുള്ള അർവാഹുകളെ എന്ന് എങ്ങനെയാണ് അർത്ഥം പറയാ? 2, നിങ്ങൾ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നെടുത്ത് നോക്കൂ. ആ കാര്യങ്ങൾ 1, മഴയില്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് മഴ തരണേ, അതാണ് ബദരീങ്ങൾക്ക് വിടുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് രോഗമായിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിന്റെ രോഗം ശിഫയാക്കണേ തങ്ങളെ, അതാണ് കുട്ടിന്റെ ശിഫയാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ എന്താണ്? അല്ലാഹുവല്ലാതെ വേറെ ആർക്കും പടപ്പുകൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ചോദിക്കുന്നത്. ആ കാര്യത്തിലുണ്ടോ? 2ഇല്ല. ആ ഹദീസിൽ എങ്ങനെ ചർച്ച ചെയ്തു പോയാലും ഏറിയാൽ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ മനുഷ്യന്മാരായിരിക്കും, അല്ലെങ്കിൽ മലക്കുകളായിരിക്കും, അല്ലെങ്കിൽ ജിന്നുകളായിരിക്കും. ഒരു സാഹചര്യത്തിലും അള്ളാഹ് വരുന്നില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തെളിവല്ല. ഈ വാചകം ആർക്കുള്ളതാ? നമുക്കുള്ളതാ? ഹദീസിന്റെ വ്യാഖ്യാനാണോ? ഇത് ഹദീസിന്റെ വ്യാഖ്യാനാണോ? ഇത് ആരോടുള്ള വാക്കാണ്? ഈ വാക്ക് എങ്ങിട്ട് തിരിച്ചാൽ മതി എന്നറിയോ? ചിർജി, ദഹ്ലാൻ, കൗസരി, സമ്മാരി, കാന്തപുരം, മാലിക്കി. അവർക്ക് അവരുടെ അതേ വടിക്ക് വടി, അടിക്കടി അത് കൊടുക്കാറ്, അല്ലാതെ ഹദീസിന്റെ വ്യാഖ്യാനമല്ല. ഇതാണ്
ഇവിടെ നടക്കുന്ന കുറച്ച് ഈ കാലഘട്ടത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് ധ്വനിപ്പിക്കുകയും പറയാതിരിക്കുകയും അവസാനം ആളുകൾ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്ത ആളുകൾ ഈ ഹദീസിൽ അങ്ങനെ ജിന്ന് നിട്ടല്ലോ എന്നുള്ളത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കണേ. ഇതിന്റെ വ്യാഖ്യാനമല്ല. ഇതിന് അമ്പാസില്ലല്ലോ. അതിലുണ്ടെങ്കിൽ എങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യനാകാം, ജിന്നാകാം, മലക്കാകാം, വേറെ ആരും ആകാം. പക്ഷെ മരിച്ചവർ എന്ന പരാമർശം അതിലില്ല. അതുകൊണ്ട് ഈ കൗസരി മുതൽ ജർജീസ് മുതൽ കാന്തപുരം വരെയുള്ള ആളുകളെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇത് തെളിവല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. രണ്ടാമത്തത്, നിങ്ങൾ ചോദിക്കുന്ന കാര്യം മുഴുവനും ഒരൊട്ടകം പോകുമ്പോൾ ഒട്ടകത്തെ പിടിച്ചേക്കുന്നതാണോ മരിച്ചവരോട് ചോദിക്കുന്നത്? അതാണോ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും തങ്ങന്മാരോടും ബീവിമാരോടും ബാക്കിയുള്ളവരോടും നിങ്ങൾ ദുആ ചെയ്യുന്നത്? മഴയില്ലാത്ത കാലത്ത് മഴ കിട്ടണം, രോഗം ഉണ്ടാവുമ്പോൾ രോഗം ശിഫയാക്കി തരണം, കുട്ടി നാട്ടിൽ നിന്ന് പോയിട്ട് കാണാനില്ലെങ്കിൽ കുട്ടി തിരിച്ചു വരണം, ഇങ്ങനെ ഉള്ള ഒരുപാട് അള്ള മാത്രം ചെയ്തു തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മരുഭൂമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതിനും ഈ റിവായത്ത്, ഈ വഴിപ്പായ റിവായത്ത് പറ്റില്ല. ഈ റിവായത്തിൽ പറയുന്ന കാര്യം അത് വാനത്തെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. വാനത്തെ തടഞ്ഞു വെക്കുക എന്നുള്ളത് അള്ളാന്റെ സൃഷ്ടികൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതും നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് തെളിവാക്കാവതല്ല എന്ന് അവരോട് പറഞ്ഞ മറുപടി ഇതിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഹദീസിന്റെ വ്യാഖ്യാനമോ ഹദീസിന്റെ ലഫായിഫോ ഹദീസിന്റെ ഫവായിദോ ഒന്നുമല്ല. അത് റദ്ദുൻ ഇഫ്തിറാളിയുൻ ജദലി. അവരുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ, അത് അവരുടെ വാദം ശരിയായിട്ടല്ല, അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ നിങ്ങൾ പറയുന്നത് ശരിയാന്ന് വെച്ചാൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് യാതൊരു ന്യായമല്ല. ഹദീസിൽ പറയുന്നത് ഒന്ന് അമ്പാത്തിന്റെ കാര്യമല്ല, റിജാലുൽ ഗൈബിന്റെ കാര്യമല്ല. രണ്ടാമത്തേത് ഹദീസിൽ ചോദിക്കുന്ന കാര്യം അള്ളാഹ് മാത്രം കഴിയുന്ന കാര്യമല്ല. നിങ്ങൾ ചോദിക്കുന്നത് മുഴുവനും അള്ളാഹ് മാത്രം ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്, അള്ളാഹ് മാത്രം ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് എന്നവർക്ക് മറുപടി പറഞ്ഞതുണ്ട്. അത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ സത്യത ബോധ്യപ്പെടണമെങ്കിൽ ഈ ഉദ്ധരിക്കുന്ന കിതാബുകളൊക്കെ എടുത്തു നോക്കും. ഹദീസിനെ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുന്ന ഒരു സന്ദർഭത്തിലേ അല്ല പറയുന്നത്. ഹദീസിന് സ്വതന്ത്ര വ്യാഖ്യാനമല്ല. ഈ ഹദീസ് നേരത്തെ പറഞ്ഞ ഈ ചങ്ങലയിൽപ്പെട്ട ആളുകൾ ദുരുപയോഗം ചെയ്തപ്പോൾ, അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിന് തെളിവായി ഉദ്ധരിച്ചപ്പോൾ അവർക്കുള്ള അവർക്ക് ഗണ്ഡനം നടത്തിയപ്പോൾ അത് തന്നെയും ഗണ്ഡനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ, ഗണ്ഡനത്തിന്റെ ആദ്യഘട്ടം ഒന്നാം ഘട്ടം ഇൽമിയായ ഗണ്ഡനമാണ്, ഹദീസ് ദഈഫാണ് എന്ന് സനദ് കാണിച്ചു കൊടുത്തിട്ട് പറയും. രണ്ടാം ഘട്ടം അത് ഇൽമിയായതല്ല, അത് ജദലി വഫ്തിറാവി. പറഞ്ഞവന് ഉരുളക്കുപ്പേരി കൊടുക്കുകയാണ്. നീ പറയുന്നത് മരിച്ചുപോയ ആളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്, ഇതിൽ മരിച്ചുപോയ ആൾക്കാരില്ല ഈ റിവായത്തിൽ. നീ പറയുന്നത് അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ചോദിക്കുന്നത്, ഇവിടെ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ അത് പറയും.